ഭഗവാന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ പലതിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്ന് മനസ്സിനെ ശുദ്ധമാക്കി ക്രമേണ ഇതൊക്കെ എനിക്ക് ഭാവന ചെയ്യാൻ സാധിക്കുന്നത് എൻ്റെ മനസ്സിൻ്റെ പിന്നിൽ ആരിയിരിക്കുന്നതുകൊണ്ടാണ്, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യമുള്ളത് കൊണ്ടാണ്. ആ ഭഗവാനെയും ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് അങ്ങനെ മനസ്സിനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ സർവൈ ഗുണൈ തത്ര സമാസതേസുരാം, എന്നാൽ ആരാണോ ഹരോ അഭക്തസ്യ കുതോ മഹൽ ഗുണ മനോരഥേന അസതി ദാവതോ ബഹി. ഹരിയിൽ ഭക്തിയില്ലാത്ത, ഭഗവാനിലേക്ക് മനസ്സ് കൊണ്ടുവരാൻ പറ്റാത്ത ഒരാള് എവിടെയാണ് മഹൽ ഗുണങ്ങൾ ഉണ്ടാവുക? എവിടെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ശാന്തി സമാധാനം ഉണ്ടാവുക? മനോരഥേന, മനോരഥം മനസ്സിങ്ങനെ ചിന്തകളുടെ കൂമ്പാരങ്ങളായിട്ട് ദാവതോ ബഹി, എവിടേക്ക് പോവും? പുറത്തിങ്ങനെ വ്യാപരിക്കും. ആ പ്രശ്നവും ഈ പ്രശ്നവും, ആ ചിന്തകളും ഈ ചിന്തകളും, അങ്ങനെ ഒരു ചിതയായിട്ട് ഈ ചിത്തം മാറും. അതിങ്ങനെ എരിച്ചുകൊണ്ടിരിക്കും. ഭഗവാൻ പറയും, നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാ ഭാവയത ശാന്തിർ അശാന്തസ്യ കുതസുഖം. 2-ാമത്തെ അധ്യായത്തിൽ വരുന്നതാണ്. നാസ്തി ബുദ്ധി അയുക്തസ്യ, വിവേകിയല്ലാത്ത ഒരാൾക്ക് സത്സംഗങ്ങളിലൂടെ ഇത്തരത്തിലുള്ള വിവേകങ്ങൾ എങ്ങനെ മനസ്സിനെ മാറ്റിയെടുക്കണം എന്നുള്ള വിവേകമില്ലാത്തവർക്ക് എങ്ങനെയാണ് ബുദ്ധി ഉണ്ടാവുക? ബുദ്ധിയില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഭാവനയുണ്ടാവുക? ഭാവനയില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ശാന്തി ഉണ്ടാവുക? ശാന്തിയില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് സുഖമുണ്ടാവുക? നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാ ഭാവയത ശാന്തിർ അശാന്തസ്യ കുതസുഖം. എവിടെയാണ് അശാന്തന്മാർക്ക് സുഖമുണ്ടാവുക? അപ്പൊ സുഖമുണ്ടാവാൻ AC റൂം വെച്ചതുകൊണ്ടോ ഗുഡ് നൈറ്റ് വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നെറ്റ് വെച്ചതുകൊണ്ടോ സുഖമായിട്ടുള്ള കിടത്തമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കരുത്. ഉറക്കം സുഖമാക്കുന്നത് ഗുഡ് നൈറ്റോ ഈ വീട്ടിലുള്ള സാഹചര്യങ്ങളോ പെർഫ്യൂമോ അല്ല. സുഖമാക്കുന്നത് മനസ്സ് തന്നെയാണ്. അപ്പം മനസ്സ് ചിന്തകളിൽ നിന്ന് വിടണമെങ്കിൽ ആരിലേക്ക് കൊണ്ടുവരുന്ന വേണം? ഭഗവാൻ. ഏത് ഭഗവാനിലേക്ക്? എവിടെയാണ് ആ ഭഗവാൻ ഇരിക്കുന്നത്? അടുത്ത ശ്ലോകം വളരെ വ്യക്തമായത്, വളരെ ദൃഢമായിട്ട് നമുക്കത് കാണിച്ചു തരുന്നു. ആ ശ്ലോകം നിങ്ങൾ മറക്കരുത്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഹരീഹി സാക്ഷാൽ ഭഗവാൻ ശരീരിണാം ആത്മാ ചഷാണാം ഇവതോയമീപ്സിതം ഹിത്വാ മഹസ്തം യതി സജ്ജതേ ഗൃഹേ തദാ മഹത്വം വയസാ ദമ്പതീനം. ഹരി, ആരാണ് ഹരി? ഹരിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരണം നിങ്ങൾ പറഞ്ഞു. ആരാണ് ഹരി? ഭഗവാൻ. ആരാണ് ഭഗവാൻ? എവിടെ ഇരിക്കണു ആ ഭഗവാൻ? ശരീരിണാം ആത്മാ, അമ്പലത്തിലിരിക്കണു എന്നല്ല പറഞ്ഞത്, ആണോ? എവിടെ ഇരിക്കണു? ഈ ശരീരമെടുത്തവരുടെ ആത്മാവാണ്. എങ്ങനെയുള്ള ആത്മാവാണത്? അതും ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ചഷാണം ഇവ തോയമീപ്സിതം. ചഷം എന്ന് പറഞ്ഞാൽ മത്സ്യം. മത്സ്യങ്ങൾക്ക് എപ്രകാരമാണോ വെള്ളം. അപ്പോൾ ഈ മത്സ്യമായി നമ്മൾ കാണേണ്ടത് മനസ്സിനെയാണ്. മനസ്സിനെ ഒരു മത്സ്യമായി കണ്ടാൽ ഈ ശരീരത്തിലിരുന്നു കൊണ്ട് മനസ്സിനെ ഏതൊക്കെ ചിന്തകൾ, അകത്തുള്ള ചിന്തയായാലും ഒരു മത്സ്യം വെള്ളത്തിൻ്റെ അകത്തേക്ക് പോകുന്നത് പോലെ, വെള്ളത്തിൻ്റെ പുറത്തേക്ക് വരുന്നത് പോലെ നമുക്ക് പുറത്തുള്ള ചിന്തയായാലും, ഏത് ഇന്ദ്രിയങ്ങളിലൂടെ ഏത് സുഖമായാലും ആ ഇന്ദ്രിയങ്ങളിലൊക്കെ പോയി കാണുന്ന സുഖം കണ്ണിലേക്ക് വരണം, മനസ്സ്. കേൾക്കുന്ന സുഖം മനസ്സെവിടെ വരണം? ചെവിയിലേക്ക്. ഒരു സംഗീതം ആസ്വദിക്കണമെങ്കിൽ ചെവിയിലേക്ക് വരണം. രുചിയുടെ സുഖം അറിയണമെങ്കിൽ നാവിലേക്ക് വരണം. ഒരു വാസനയുടെ സുഖം അറിയണമെങ്കിൽ വാസനയുടെ സുഖം അറിയണം. ഒരു ലൈംഗിക സുഖം അറിയണമെങ്കിൽ അതിലേക്ക് വരണം മനസ്സ്. ഇങ്ങനെ ഏത് സുഖത്തിലേക്ക് മനസ്സ് വരുന്നോ ആ സുഖം നമുക്ക് ഇന്ദ്രിയത്തിലൂടെ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ മനസ്സിന് താഴോട്ടും മുകളിലോട്ടും ഓരോ ഇന്ദ്രിയത്തിലേക്കും പോകണമെങ്കിൽ, ഒരു മത്സ്യത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടണമെങ്കിൽ ഈ മത്സ്യത്തിന് ഓടാൻ ഏത് വെള്ളം വേണം? ഒരു മത്സ്യത്തിന് ഓടാൻ വെള്ളം ഉള്ളതുപോലെ ഈ മനസ്സാകുന്ന മത്സ്യത്തിന് ഓടാൻ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാകുന്ന വെള്ളം വേണമെന്ന് പറയണം. ശരീരിണാം ആത്മാ ചഷാണം ഇവ തോയമീപ്സിതം. നല്ല ഉദാഹരണമല്ലേ? അപ്പം നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്, നമ്മളെ ഓരോരുത്തരെയും നിലനിർത്തുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായ ഹരി തന്നെയാണ്. അത് തന്നെയാണ് ഭഗവാൻ. അത് നമുക്ക് മനസ്സിലാവില്ല മത്സ്യത്തെ പോലെ. അതായിരിക്കും മത്സ്യത്തിൻ്റെ ഉദാഹരണം പറഞ്ഞത്. മനസ്സിലാവുകയില്ല.
അതൊരിക്കലും ഒരു മത്സ്യത്തിന് ഇങ്ങനെ ചിന്ത വന്ന് എന്ത് കുന്തം വെള്ളം, അല്ലെങ്കിൽ വെള്ളം ഉണ്ടായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? എന്താവോ എല്ലാവരും വെള്ളം 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 എന്ന് പറയുന്നത്? ആ മത്സ്യത്തിനൊട്ടും വിവേകം വന്നില്ല. അതിൻ്റെ അച്ഛനോട് ചോദിച്ചു, അമ്മയോട് ചോദിച്ചു, മുത്തശ്ശിയോട് ചോദിച്ചു, പൊട്ട എന്ത് വെള്ളം, അങ്ങനെ സാധനമൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു മുക്കുവൻ വന്ന് വലവീശി ആ മത്സ്യത്തെ പിടിച്ച് കരയിലേക്ക് വിട്ടപ്പോഴാണ് മനസ്സിലായത് അങ്ങനൊരു സാധനം ഉണ്ട്. അതുപോലെ നമുക്കുണ്ടല്ലോ, എപ്പോഴാ ബോധം വരിക എന്നറിയോ? ഇത് കീറുന്ന സമയത്ത്. അവിടെ ഇവിടെയൊക്കെ കീറുമല്ലോ ചിലപ്പോൾ ഡോക്ടർമാർ. അപ്പം നമുക്ക് മനസ്സിലാവും ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്. അതുള്ളത് കൊണ്ടാണ് ഈ മെഷീനൊക്കെ ഇത്രയും കാലം ഓടിയതൊക്കെ. അത് നമുക്ക് ആദ്യമൊന്നും മനസ്സിലാവില്ല. കണ്ണ് പോയാലേ കണ്ണിൻ്റെ വില അറിയുള്ളൂ, കാഴ്ച പോയാലേ കണ്ണിൻ്റെ വില അറിയുള്ളൂ. അതുപോലെയാണ് നമ്മുടെ ജീവിതം. പലപ്പോഴും നമ്മൾ അറിയുന്നില്ല ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ മഹത്വം. ആ മത്സ്യമുണ്ടല്ലോ, കരയിലേക്ക് വന്നതും തിരിച്ച് ചാടുമ്പോൾ അതിന് മനസ്സിലായത്രേ, വെള്ളം തൊട്ടപ്പം മനസ്സിലായത്രേ, ഇതാണ് എൻ്റെ ജീവിതത്തെ നിലനിർത്തുന്നത്, എനിക്ക് ജീവിതം തരുന്നത് വെള്ളമാണ്. അതുപോലെ ഈ മനസ്സ് ഒരിക്കൽ പറയും, എനിക്ക് ജീവിതം തരുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ്. അത് തന്നെയാണ് ഭഗവാൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്ന് പറയാണ്. അതിനെന്ത് വേണം? അതിനും മത്സ്യത്തിൻ്റെ ബുദ്ധി വേണം. അതെന്താ മത്സ്യത്തിൻ്റെ ബുദ്ധി? മത്സ്യത്തിന് 2 തരം ബുദ്ധിയുണ്ട്. അത് ഭാഗവതത്തിൽ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുമ്പോഴും മത്സ്യത്തിനെ ഒരു ഗുരുവായിട്ട് പറയും. അതായത് എന്ത് ഇരട്ട് കൊടുത്താലും അതാണ് ഇര എന്ന് കരുതിയിട്ട് കൊത്തി വിഴുങ്ങി തൊണ്ടയിൽ കൊളത്ത് വീഴ്ത്തുന്ന മത്സ്യമുണ്ട്. എന്നാൽ വേറൊരു മത്സ്യത്തിൻ്റെ ബുദ്ധി പറയുകയാണ്. ഒരിക്കലൊരു മുക്കുവൻ വന്ന് വല വീശിയ സമയത്ത് അതിൽ മത്സ്യങ്ങളൊക്കെ ചെതറി ഓടാൻ തുടങ്ങിയപ്പോൾ ഒരു മത്സ്യത്തിന് തോന്നി അങ്ങോട്ടൊന്നുമല്ല ഓടേണ്ടത് ആ മുക്കുവൻ നിൽക്കുന്ന ഭാഗത്തേക്ക്, മുക്കുവൻ്റെ കാലിലേക്ക് ഓടിയാൽ ഒരുപക്ഷെ ആ ഭാഗത്ത് വല ഉയർന്നു നിൽക്കും. മറ്റു ഭാഗങ്ങളിലേക്ക് ചെതറി ഓടിയവരും രക്ഷപ്പെടാൻ നോക്കിയവരൊക്കെ വലയിൽപ്പെട്ടു. എന്നാൽ മുക്കുവൻ്റെ കാലിലേക്ക് വന്ന മത്സ്യം രക്ഷപ്പെട്ടു. ഇതുപോലെ ഭഗവാന്റെ പാതാരബിന്ദത്തിലേക്ക് മനസ്സ് തിരിക്കുന്നവരൊക്കെ രക്ഷപ്പെടും. അല്ലാത്തവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി ഓടുന്നവരൊക്കെ മൃത്യുവിൻ്റെ വശത്തിൽപ്പെട്ട് വീണ്ടും വീണ്ടും മൃത്യുവിനെരപ്പെട്ടുകൊണ്ട് ജനനം വീണ്ടും മരണം, ഈ ചക്രത്തിലൂടെ പുനരഭിജനനം പുനരഭിമരണം, ഈ ചക്രത്തിലൂടെ കടന്നു വരണം. അതുകൊണ്ട് ഹരീഹി സാക്ഷാൽ ഭഗവാൻ ശരീരിണാം ആത്മാ ചഷാണം ഇവ തോയമിപ്സിതം ഹിത്വാ. ആരാണോ ഇത് വിട്ടുകൊണ്ട്, ഈ ബോധമില്ലാതെ മഹത്വം യതി സജ്ജതേ ഗൃഹേ, വീട്ടിൽ ഗൃഹജീവിതത്തിൽ ആസക്തരായിരിക്കുന്നത്, വയസാ ദമ്പതീനം, ദമ്പതികളായി വയസ്സന്മാരായിട്ട് മരിക്കരുത്. ആരിലേക്ക് മനസ്സിരിക്കണം? മരണമില്ലാത്തവരായി തീരണം. വേദങ്ങളൊക്കെ തുടങ്ങുന്നു നോക്കൂ, അതിഗംഭീരമാണ്. ഋഗ്വേദത്തിലെ മന്ത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു, ഹേ അമൃതസ്യ പൂരുഷ ശൃണ്വന്തു, നമ്മളെയൊക്കെ അഭിസംബോധന ചെയ്യുന്നത് അമൃതത്തിൻ്റെ പുത്രന്മാരെ ശൃണ്വന്തു എന്നാണ്. അമൃതം എന്നുള്ള വാക്കിനർത്ഥം, അമൃതം എന്ന് പറഞ്ഞാൽ മൃതമില്ലാത്തവരെ, മരണമില്ലാത്തവരെ കേൾക്കൂ. അപ്പം നമ്മൾ ആ അവസ്ഥയിലേക്കാണ് ഉയർത്തുന്നത്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. അതിനെന്ത് വേണം? തസ്മാൽ രജോരാഗ വിഷാദമന്യോ മാനസ്പൃഹാഭയദൈന്യാദിമൂലം ഹിത്വാഗൃഹം സംസതി ചക്രവാളം നരസിംഹപാദം ഭജതോ അകുതോ ഭയമിതി. അങ്ങനെ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് രജോ രാഗ വിഷാദ മന്യോ മാനസ്പൃഹ ഭയ ദൈന്യ ആദിമൂലം. നമ്മൾ അറിയുന്നില്ല, അതിൻ്റെ അകത്ത് ഒരുപാട് നെഗറ്റീവ് വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട്. അതെപ്പോഴാണ് പുറത്തു വരിക എന്നറിയില്ല. നമ്മൾ വിചാരിക്കും നമുക്ക് ഭയമില്ല എന്ന്. പക്ഷേ നമ്മളെ ഭയപ്പെടുത്താൻ കൂടെയുള്ളവർക്കൊരു നിമിഷം കൊണ്ട് സാധിക്കും. നാം ആരുടെ കൂടെ യാത്ര ചെയ്യുന്നോ അവർ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ ഭയം വന്നില്ലേ, ദുഃഖം വന്നില്ലേ, നമ്മളെ പേടിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ നമ്മളെ തളർത്താൻ സാധിക്കുന്ന ഒന്നാണ് നാം ഇപ്പോൾ കൊണ്ടു നടക്കുന്ന മനസ്സെന്ന് പറയുന്നത്. അതേത് നിമിഷം നമ്മളെ തളർത്തുന്നൊന്നും പറയാൻ പറ്റില്ല. എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തളരാൻ അതിന് സാധിക്കും. അത്രയുള്ള കാര്യങ്ങൾ. ജീവിതം എന്ന് പറയുന്നത് ഏത് നിമിഷമുണ്ടല്ലോ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറം നിന്നുകൊണ്ട് അത് ദുരന്തത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ഡഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയ പ്ലെയിൻ. പണ്ട് അമൃത്സറിൽ നിന്ന് തീവ്രവാദികൾ കൊണ്ടുപോയില്ലോ, നേപ്പാളിൽ നിന്ന് വരുന്ന പ്ലെയിൻ. അത് പറത്തിച്ച ഒരു പൈലറ്റിനെ, ഇന്ത്യൻ എയർലൈൻസിൻ്റെ പൈലറ്റിനെ ഞാൻ പേഴ്സണലായിട്ട് കാണാൻ ഇടയ്ക്കായിരുന്നു. അപ്പം അനുഭവം പറയുന്നു അദ്ദേഹം. അതിൽ ഫ്രണ്ട് സീറ്റിലിരുന്നത് ഒരു ചെറുപ്പക്കാരി. അവർ മാരേജ് കഴിഞ്ഞിട്ട് ഹണിമൂൺ ആഘോഷിക്കാൻ പോവുകയാണ്.
ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ് അവർ. ഒന്ന് ആലോചിച്ച് നോക്കുക അവസ്ഥ. കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ ആഘോഷിക്കാൻ പോവുകയാണ്. കാലം ഏത് വിധിയിൽ നമ്മളെ പരീക്ഷണം ചെയ്യുന്ന അറിയില്ല. അതാണ് കുട്ടിക്കാലത്തെ ഈ സംസ്കാരങ്ങളൊക്കെ വേണം എന്ന് നമ്മുടെ ആചാര്യന്മാർ നിഷ്കർഷിച്ചത്. ഇതൊന്നും വരില്ല, എനിക്ക് ഭഗവാനൊന്നും വരുത്തില്ല എന്നൊക്കെ തെറ്റായ ധാരണയിൽ ജീവിക്കുമ്പോണ്ടല്ലോ, അതൊക്കെ ദുരന്തങ്ങൾ തന്നെയാണത്. അതുകൊണ്ട് വിവേകമുള്ളവരായി തീരൂ. നമ്മൾ ഹിത്വാഗൃഹം സംസതി ചക്രവാളം നൃസിംഹപാദം അകുതോ ഭജതാമകുതോ ഭയമിതി. ഭഗവാന്റെ പാദത്തെ ദിവസവും കുറച്ചു നേരം നമിക്കൂ, ഭഗവാനെ കുറച്ചു നേരം ഭജിക്കൂ. അതുതന്നെയാണ് ഭാഗവത്തിന് പറയാനുള്ളത്. ഭജിക്കൂ എന്നാണ് പറഞ്ഞത്. ഭജിക്കുക എന്ന് പറഞ്ഞാൽ, ഭജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചുകൊണ്ട് അതിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് ബാക്കിയെല്ലാം മറന്നുകൊണ്ട് കുറച്ചു നേരം മനസ്സിനെ ഭഗവാനിൽ സമർപ്പിക്കുന്നതിനെയാണ് ഭജിക്കൂ എന്ന്. നമുക്ക് തൊഴു എന്നുള്ള വാക്കല്ല ഭാഗവതത്തിന് പറയാനുള്ളത്. നമ്മൾ തൊഴുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് ഭജനമാണ് വേണ്ടത്. ഭജനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ രൂപം ഉറപ്പിക്കണം. ആ രൂപത്തെ നോക്കിക്കൊണ്ട് കേശാദിപാദം കണ്ടുകൊണ്ട് നാമങ്ങൾ ജപിക്കണം. എന്നിട്ട് അവസാനം തൻ്റെ മനസ്സിനെ ആ പാതാരവിന്ദത്തിൽ സമർപ്പിക്കണം. ഇതിനെയാണ് ഭജനം എന്ന് പറയുന്നത്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അല്ലേ? അതല്ലേ പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനും അതന്നെയാണ് പറയുന്നത്. തേഷാം സതതയുക്താനം ഭജതാം പ്രീതിപൂർവകം. ഞാൻ തൊഴുക എന്നുള്ളൊരു വാക്ക് എവിടെയും കണ്ടിട്ടില്ല. പറഞ്ഞിരിക്കുന്നതൊക്കെ ഭജനം ചെയ്യൂ, ഭജനം ചെയ്യൂ, ഭജനം ചെയ്യൂ. അത് നമ്മൾ പരിശീലിച്ചെടുക്കണം. ഭജനം ചെയ്യൽ ഒരു ഭാഗത്തിരുന്ന് ഭഗവാന്റെ രൂപം കണ്ട് നാമവും ജപിച്ച് ആ ഭഗവാന്റെ രൂപത്തിലേക്ക് മനസ്സ് കൊണ്ടുവന്ന് അല്പനേരം ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ മനസ്സിനെ ഉയർത്താൻ സാധിച്ചാൽ ഭഗവാൻ നമ്മുടെ മനസ്സിനെയും തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാൽ ഭവാമിനചിരാൽ പാർത്ത മയ്യാവേശിത ചേതസം. മയി ആവേശിത ചേതസാം 12-ാം അധ്യായത്തിൽ വരുന്ന ശ്ലോകമാണത്. മയി ആവേശിത ചേതസാം. എന്നിൽ ആരുടെ മനസ്സാണോ ആവേശിക്കുന്നത്, തേഷാം അവരെ അഹം സമുദ്ധർത്താം ഞാൻ അവരെ ഉയർത്തിയിരിക്കും. എവിടെ നിന്ന് ഉയർത്തിയിരിക്കും? മൃത്യു സംസാര സാഗരാൽ. മൃത്യുവാകുന്ന സംസാര സാഗരം. മൃത്യു എന്ന് പറഞ്ഞാൽ മരണം എന്നല്ല ഇവിടെ അർത്ഥം. മൃത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ജീവിതത്തിൻ്റെ വിഷമങ്ങളിൽ വരുന്നോ അവിടുന്നൊക്കെ ഞാനിവരെ ഉയർത്തിയിരിക്കും. അപ്രകാരം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പിന്നീട് കേതുമാലം എന്ന് പറയുന്ന വർഷത്തിൽ ഭഗവാൻ മഹാലക്ഷ്മിയോടൊത്ത് ഇവിടെ അവതരിച്ചതും അതുപോലെ ആ മഹാലക്ഷ്മി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പറയണ ഇവിടെ മഹാലക്ഷ്മി പറയുന്നൊരു ശ്ലോകമുണ്ട്. സ്ത്രീകൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. 19-ാമത്തെ ശ്ലോകം. ഓം ഹ്രാം ഹ്രീം ഹ്രൂം ഓം നമോ ഭഗവതേ ഋഷികേശായ സർവഗുണ വിശേഷൈ വിലക്ഷിത ആത്മനയാഗൂധീനം ചിത്തീനം ചേതസാം വിശേഷാണം ച അധിപതയെ ഷോഡശായ ചന്ദോമയായ അന്നമയായ മൃതമയായ സർവമയായ സഹസേ ഓജസേ ബലായ കാന്തായ കാമായ നമസ്തേ ഉഭയത്ര ഭൂയൽ. നമുക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും തരുന്ന ആ കാമദേവനെ തന്നെ, കാമദേവ രൂപത്തിലിരിക്കുന്ന ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ലക്ഷ്മി ദേവി പറയുന്നു. ഇനി പറയുന്നത് ശ്രദ്ധിക്കണേ. സ്ത്രീയോ വ്രതൈസ്ത്വാഹൃഷികേശരം സദോ ഹി ആരാധ്യ ലോകേ പതിമാസദൈന്യം താസം നദേവൈ പരിപാന്ധ്യവത്യം പ്രിയം ധനായുംഷി യതോ അസ്വതന്ത്രം. സ്ത്രീയെ വ്രതൈ, സ്ത്രീകൾ വ്രതം നോൽക്കണോ? ഋഷികേശരം, ഭഗവാനെ തന്നെയാണ് വ്രതം നോക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹി ആരാധ്യ, ആരാധിച്ചുകൊണ്ട് പതിം ആശതേ അന്യം, അന്യനായ ഒരു ഭർത്താവിനെ കിട്ടണം. ഇപ്പം കല്യാണം കഴിക്കാത്തവരുടെ കാര്യമാണ് പറയണത്. ഇപ്പം കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ തിരുവാതിരയൊക്കെ നോൽക്കുമ്പോൾ ശിവനെ തന്നെയാണ് ആരാധിക്കുന്നതെങ്കിലും പറയുന്നത് എന്തിനു വേണ്ടിയത്? തിരുവാതിര ഒരു ഭർത്താവിനെ കിട്ടണം. അപ്രകാരം ശിവനെ അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കണം. എന്നാൽ അവരറിയുന്നില്ല. നദേവൈ പരിപാന്ധ്യപത്യം, തന്നെ രക്ഷിക്കാൻ പറ്റാത്തവനെയാണ് ഈ സ്ത്രീകൾ പോയി വ്രതം നോറ്റ് നേടിയെടുക്കുന്നത്. പ്രിയം ധനായുംഷി യതോ അസ്വതന്ത്ര, അയാളെ പകുതി കാറ്റുപോയവൻ. സ്വയം രക്ഷിക്കാൻ പറ്റാത്തവനെയാണ് തന്നെ രക്ഷിക്കാൻ വേണ്ടി സ്ത്രീകൾ വ്രതം നോൽക്കുന്നതെന്ന്. അല്ല സ്വാമി, ഞങ്ങളെയൊക്കെ നിങ്ങൾ മാറ്റിയെടുക്കും തോന്നണോ? ഭാഗവതം പറഞ്ഞ വരികളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആളുകൾ ഇങ്ങനെ വ്രതം നോൽക്കുന്നത് മറ്റൊരാളെ പതിയായി കിട്ടണമെന്ന് വിചാരിക്കുമ്പോൾ അവരറിയുന്നില്ല ഈ പതിക്ക് അവരെ ഉയർത്താനല്ല പറ്റുക, അവരെ പതിപ്പിക്കാനേ പറ്റുള്ളൂ എന്ന്. അതുകൊണ്ടാണല്ലോ പതി എന്നുള്ള വാക്ക് വന്നത്. അതുകൊണ്ട്
സ്ത്രീയോ വ്രതൈസ്ത്വൈ. അപ്പം ആരെയാണ് വ്രതം നോൽക്കേണ്ടത്? സവൈ പതി, അവനാണ് പതി. സ്യാലകുതോഭയസ്വയം സമന്തദപ്പാതി ഭയാതുരം ജനാം സ ഏക ഏവേദരദാമിതോ ഭയം ന ഏവ ആത്മലാഭൽ അതിമന്യതേ പരം. അവനെ പതിയായിട്ടെടുക്കൂന്ന്. ആരെയാണ് പതിയായിട്ടെടുക്കേണ്ടത്? അകുതോ ഭയം. അവനെ പതിയാക്കിയെടുത്താൽ എവിടെയാണ് ഭയമുള്ളത്? അവനെ കണ്ടുകൊണ്ട് മറ്റുള്ളവർ പോലും ഭയപ്പെടുന്നു. ആരാണത്? സ ഏക, ദൂരെയൊന്നും പോവണ്ട അവനെ കിട്ടാൻ. ആത്മലാഭ അതിമന്യതേ ലാഭം. ആത്മലാഭത്തേക്കാൾ വലിയൊരു ലാഭം വേറെയില്ല. അപ്പൊ ശരിയായിട്ടുള്ള ഭർത്താവ് ആരാണ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. ഇതാണ് മീരാദേവി പറയുന്നത്. ഈ ഭൂമിയിലുള്ളവരൊക്കെ ഗോപികമാരാണ്, ഇവിടെ ഒരു കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. ഏത് കൃഷ്ണൻ? എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ഭഗവാൻ. ബാക്കി എല്ലാവരും ഗോപികളാണ്. അപ്രകാരമുള്ള ഭഗവാനെ ഭർത്താവായി സ്വീകരിക്കാൻ സാധിച്ചാൽ പിന്നെ എവിടെയാണ് നമുക്ക് ദുഃഖം ഭയപ്പെടാനൊക്കെ ഉള്ളത്? അപ്രകാരം നമ്മുടെ മനസ്സിനെ ഉയർത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. ഇനി നാളെ ഇതിൻ്റെ ബാക്കി ശേഷം പറഞ്ഞതിന് ശേഷം നരകവർണ്ണന നാളെ നമുക്ക് നോക്കാം. പേടിച്ചിട്ട് വരാതിരിക്കരുതേ. കുറേ നരകങ്ങളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് നാളെ കാണാം. അതിന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുണ്ട്.